പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഹോപ്പ് പ്രോഗ്രാം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ജനുവരി 12 വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനത്തിൻ്റെ അന്നാണ് കേരളത്തിലുടനീളം നമ്മൾ ഈ ഹോപ്പ് എന്നുള്ള അഭ്യാസി ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം 1000-ഓളം അഭ്യാസികൾ അത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് മഹത്തായ ഒരു സംരംഭമാണ് മാസ്റ്റർ നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ഒരു അഭ്യാസിയുടെ സമഗ്രമായ വികസനമാണ് ഈ 13 അധ്യായങ്ങളിലൂടെ മാസ്റ്റർ നമുക്ക് വ്യക്തമാക്കുന്ന, അതും പുതിയ രീതിയിലുള്ള അധ്യയന രീതിയാണ് അതിലുപയോഗിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഹോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആത്മീയതയുടെ ശാസ്ത്രീയത ആണ്. പ്രമാണം, ആത്മീയതയുടെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് എന്താണത് എന്നുള്ളത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ശാസ്ത്രം വികസിച്ചു വരുന്ന സമയത്ത് ശാസ്ത്രതത്വങ്ങൾ അന്നത്തെ മതത്തിനും അതുപോലെ അന്ന് നിലവിലുള്ള ആത്മീയ സമ്പ്രദായങ്ങൾക്കും എതിരാണെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയായിരുന്നു അന്നത്തെ പൗരോഹിത്യ സമൂഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ശാസ്ത്രീയത മതത്തിന് നിരക്കുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണ് ഗലീലിയോ, ബ്രൂണോ, അതുപോലെ സോക്രട്ടീസ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ പുരോഹിത സമൂഹം ഉന്മൂലനം ചെയ്തു. അപ്പോൾ ശാസ്ത്രം മതത്തിന് നിരക്കുന്ന രീതിയിലായിരിക്കണം എന്നത്. ഇന്ന് നേരെ തിരിച്ചാണ്. അതായത് ശാസ്ത്രം നമ്മളോട്, അന്ന് മതം ശാസ്ത്രത്തിനോട് പ്രതികാരം വീട്ടിയിരുന്ന രീതിയിലായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് നമ്മൾ മതത്തിൻ്റെ തത്വം അല്ലെങ്കിൽ ആത്മീയ തത്വവും ശാസ്ത്രീയമല്ലെങ്കിൽ അത് തിരസ്കരിക്കപ്പെടും. അപ്പം അന്നുണ്ടായിരുന്നതിൻ്റെ നേരെ തിരിച്ചാണ്. ഒരു പ്രതികാരം പോലെയാണ് അത് മതവും അല്ലെങ്കിൽ ആത്മീയതയും ശാസ്ത്രവും തമ്മിൽ. ഇന്ന് എല്ലാ തത്വങ്ങൾക്കും, അത് ആത്മീയമായതായാലും മതത്തിൻ്റെ ആചാരങ്ങളായാലും, അതിന് ശാസ്ത്രീയ അടിത്തറ വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെഡിറ്റേഷൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 100 കണക്കിന് ഗവേഷണ പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെഡിറ്റേഷൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾക്ക് ശാരീരികവും മാനസികവുമായ തലത്തിൽ അത് മനുഷ്യന് ചെയ്യുന്ന ഗുണങ്ങളെക്കുറിച്ചുള്ളത്. നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, പ്രമേഹത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ശാരീരികവും മാനസികവും, അതുപോലെ ഡിപ്രഷൻ, ഉത്കണ്ഠ എന്നിവയ്ക്കെല്ലാം ഇന്ന് ഡോക്ടർമാർ മരുന്നിൻ്റെ കൂടെ നിർദ്ദേശിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട് മാറിയിരിക്കുന്നു യോഗയും അതുപോലെ തന്നെ ധ്യാനം. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറയുന്നത്, നമ്മൾ ധ്യാനം നമ്മുടെ പ്രായം കുറയ്ക്കുന്ന, അതും ഗവേഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ DNA മേലെ ഒരു 4 പോലുള്ള ഒരു സാധനമുണ്ട്, അതിനെ ടെലോമിയർ എന്നാണ് പറയുക. അതിൻ്റെ നീളം കുറയുമ്പോഴാണ് നമുക്ക് വാർദ്ധക്യം ബാധിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ധ്യാനം ചെയ്യുന്ന ആളിൽ ഈ ടെലോമിയറിൻ്റെ നീളം കുറയുന്നില്ല എന്നാണ് അവർ കണ്ടെത്തിയത്. അതായത് ഏജിങ് അല്ലെങ്കിൽ വാർദ്ധക്യം മറ്റ് ആളുകളിലുള്ളതുപോലെ സംഭവിക്കുന്നില്ല അർത്ഥം. അപ്പോൾ അവർ പറയണ, ഒരു 20 വയസ്സിൽ നമ്മൾ ധ്യാനം തുടങ്ങുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ധ്യാനം നമ്മൾ ജീവിതത്തിൽ ശീലമാക്കി കൊണ്ടുവരികയാണെങ്കിൽ
ഒരു 60 വയസ്സാവുന്ന സമയത്ത് നമ്മളെ കണ്ട ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കുന്നു. ഏകദേശം 20 വർഷത്തിൻ്റെ കുറവ്. അത് ഈ ടെലോമിയറിൻ്റെ നീളം കുറയാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രതിഭാസമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. ഇതെല്ലാം ആത്മീയതയുടെ അല്ലെങ്കിൽ പൊതുവെ ധ്യാനത്തിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പരമ്പരകളാണ്. നമ്മളുടെ വിഷയം അതിൽ നിന്നും അല്പം കൂടി വ്യത്യസ്തമായിട്ട്, കാരണം മറ്റ് ധ്യാന സമ്പ്രദായങ്ങളിൽ നിന്ന് ഹാർട്ട്ഫുൾനെസ് വളരെ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു പ്രത്യേക രീതിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് കാരണം അതിലെ സംപ്രേഷണം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി, ആ പ്രാണാഹുതിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് ധ്യാന സമ്പ്രദായങ്ങളിൽ നിന്ന് ഹാർട്ട്ഫുൾനെസ്സിനെ വ്യത്യസ്തമാക്കും. അപ്പോൾ നമുക്ക് വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് സംപ്രേഷണത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയാണ്. സംപ്രേഷണത്തിന് എന്താണ് തെളിവ്? ഇപ്പോൾ ദാജി അതിന് ചില പരീക്ഷണങ്ങൾ വളരെ വിജയകരമായി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തിയുള്ളത്. കാരണം മറ്റു കാര്യങ്ങളൊക്കെ പൊതുവായി ധ്യാന സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൻ്റെ വൈദ്യുത കാന്തിക മണ്ഡലം ഒരു പ്രത്യേക രീതിയിലാണ് സ്പന്ദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉറങ്ങാൻ പോകുന്നതോട് കൂടിയിട്ട് അതിൻ്റെ സ്പന്ദനങ്ങൾ, അതിൻ്റെ വൈബ്രേഷൻസ് കുറഞ്ഞു വരും. നമ്മൾ ആഴത്തിൽ ഉറങ്ങുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ വൈബ്രേഷൻസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ജാഗ്രതയോടുകൂടി ഉണർന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 300 മുതൽ 500 വരെ സൈക്കിൾസ് പെർ സെക്കൻഡാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് നമ്മൾ പതുക്കെ ഉറങ്ങാൻ പോകുന്നതോടുകൂടി അത് താഴ്ന്ന് 30-50 വരും. നമ്മൾ ആഴത്തിൽ ഉറങ്ങുകയാണെങ്കിൽ ആ സമയത്ത് 3 മുതൽ 5 വരെ സൈക്കിൾസ് പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ തലച്ചോറിൻ്റെ വൈദ്യുത കാന്തിക മണ്ഡലം. അപ്പോൾ തീരെ ഇല്ലാത്ത രീതിയിലാണ്. അപ്പോഴാണ് നമ്മൾ ഈ വ്യക്തി സുഖസുഷുപ്തിയിലാണെന്ന് പറയുന്നത്. അപ്പം ഇതിനെ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ തരംഗങ്ങൾ എന്നാണ് പറയുക, ഈ ഓരോ ഫ്രീക്വൻസിയുള്ള തരംഗങ്ങളിൽ. അപ്പം അതിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ തലച്ചോറിൽ നിന്ന് പ്രകടമാകുന്ന തരംഗങ്ങളെ നമ്മൾ ഡെൽറ്റ വേവ്സ് എന്നാണ് പറയുക, ഡെൽറ്റ തരംഗങ്ങൾ. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 മുതൽ 5 വരെ സൈക്കിൾസ് പെർ സെക്കൻഡാണ് എന്ന് കണ്ടെത്തി. ഇനി അപ്പോൾ ഉറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഉണർന്നിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഡീപ്പായിട്ടുള്ള ഉറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇത് EEG കണ്ടെത്താൻ പറ്റുന്നത്. EEG നിങ്ങൾക്കറിയാം. ECG എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനുള്ള ഉപകരണമാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. EEG എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉണ്ട്. അപ്പോൾ EEGയിലെ തരംഗങ്ങളനുസരിച്ചാണ് ഒരു വ്യക്തി ഉറങ്ങുകയാണോ, ഉണർന്നിരിക്കുകയാണോ, അതോ സ്വപ്നം കാണുകയാണോ, സുഖസുഷുപ്തിയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ പരീക്ഷണം ആദ്യമായിട്ട് നടത്തിയത് ബുദ്ധമത സന്യാസികളിലാണ്. അവർ 10,000 മണിക്കൂറുകൾ ധ്യാനിച്ച ശീലമുള്ള ബുദ്ധമത സന്യാസികളിലാണ് ആദ്യമായിട്ട് ഈ പരീക്ഷണം നടത്തിയത്. അപ്പോൾ അവർ 10,000 മണിക്കൂർ ധ്യാനം ചെയ്ത് ശീലമുള്ളവരാണ്. അവരോട് ധ്യാനിക്കാൻ പറഞ്ഞു. ആ ധ്യാനിക്കുന്ന സമയത്ത് അവരുടെ തലയുടെ മേലെ EEG ഘടിപ്പിച്ചു. എന്നിട്ട് ധ്യാനിക്കുന്ന സമയത്ത് ഈ തലച്ചോറിൻ്റെ വൈദ്യുത കാന്തിക മണ്ഡലം നോക്കിയപ്പോൾ അത് ഡെൽറ്റ വേവ്സ് ആണ് കാണിക്കുന്നത്. അതായത് 3 മുതൽ 5 വരെയുള്ള ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. അതായത് ആഴത്തിൽ ഉറങ്ങുക എന്നാണ് കാണിക്കുന്നത് ഇവർ ധ്യാനം ചെയ്യുമ്പോൾ. അപ്പോൾ പക്ഷെ അവർ ഉണർന്നിരിക്കുകയാണ് അല്ലേ. ധ്യാനത്തിൽ നമ്മൾ ഉറങ്ങുകയല്ലോ, ഉണർന്നിരിക്കുന്നുണ്ട്, പക്ഷേ ആന്തരികമായിട്ട് ഉറങ്ങുന്ന പോലെയുള്ള അവസ്ഥ, ബാഹ്യമായിട്ട് ഉണർന്നിരിക്കുന്ന അവസ്ഥ.
അതിനെയാണ് തുരീയം അല്ലെങ്കിൽ നാലാമത്തെ അവസ്ഥ എന്ന് നമ്മൾ ആത്മീയതയിൽ പറയുന്നത്. അതാണ് ധ്യാനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണഫലം. ആന്തരികമായിട്ട് നമ്മൾ ഉറങ്ങുന്ന പോലെ ഉണ്ടാവും, ബാഹ്യമായിട്ട് നമ്മൾ ഉണർന്നിരിക്കും. ഈ സന്തുലിതാവസ്ഥയാണ് മനുഷ്യന് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കാവുന്ന മേഖല, അല്ലെങ്കിൽ യോഗം കർമ്മസു കൗശലം എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവാണിത്. അപ്പോൾ 10,000 മണിക്കൂർ ധ്യാനം ചെയ്ത് ശീലമുള്ള ബുദ്ധമത സന്യാസികളിൽ അവർ ധ്യാനിക്കുമ്പോൾ ഡെൽറ്റ വേവ്സ് അല്ലെങ്കിൽ ആഴത്തിൽ സുഷുപ്തിയിലായിരിക്കുന്ന പോലത്തെ തലച്ചോറിൻ്റെ വൈദ്യുത കാന്തിക തരംഗങ്ങൾ കണ്ടു. അതാണ് അതിൻ്റെ പ്രൂഫ്. ഇനി ഇതേ പരീക്ഷണം നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ നടത്തി. അത് നടത്തിയത് കോളേജ് സ്റ്റുഡൻസിലാണ്. അതാണ് പ്രത്യേകത. എന്താ കാരണം? അവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സാണ്. അപ്പോൾ അവരിൽ ആദ്യത്തെ സിറ്റിംഗ്, ഹാർട്ട്ഫുൾനെസ്സിലെ ഫസ്റ്റ് സിറ്റിംഗ്, അവരെ പല ഗ്രൂപ്പുകളായി തിരിച്ച് എല്ലാ കുട്ടികളുടെയും കോളേജ് സ്റ്റുഡൻസിലും ഈ EEG ഉപകരണം ഘടിപ്പിച്ച് ട്രാൻസ്മിഷനോടുകൂടി, സംപ്രേഷണത്തോടു കൂടിയുള്ള ഒരു സിറ്റിംഗ് കൊടുക്കുന്നു. ഫസ്റ്റ് സിറ്റിംഗ് ആണ് ആലോചിക്കുന്നത്. ഇതുവരെ മെഡിറ്റേറ്റ് ചെയ്യാത്ത ആളുകളാണ്. ആദ്യം നടത്തിയത് 10,000 മണിക്കൂർ ധ്യാനിച്ച് ശീലമുള്ള ബുദ്ധമത സന്യാസികളിലാണ്. അപ്പോൾ ഈ ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ ധ്യാനം തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 95% ഈ കുട്ടികളിലും കോളേജ് സ്റ്റുഡൻസിലും ഡെൽറ്റ വേവ്സ് ആണ് കാണിക്കുന്നത്. അതായത് 3 മുതൽ 5 വരെ സൈക്കിൾസ് പെർ സെക്കൻഡാണ് അവരുടെ തലച്ചോറിൻ്റെ വൈദ്യുത കാന്തിക മണ്ഡലം എന്ന് കാണിക്കുന്നത്. എന്താണ്? അവരെ ആഴത്തിലുള്ള ഉറക്കത്തിൽ ഏതുപോലെയുള്ള തലച്ചോറിൻ്റെ വൈബ്രേഷൻസാണ് കാണുന്നത്. അപ്പോൾ അത് ആദ്യം കണ്ടത് 10,000 മണിക്കൂർ ധ്യാനിച്ചിട്ടുള്ള ബുദ്ധമത സന്യാസികളിലാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണ ഫസ്റ്റ് സിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ അഭ്യാസം ചെയ്യാൻ വന്ന ആളോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയാം? നല്ലൊരു ശാന്തത തോന്നി, ഇടയ്ക്ക് ഉറങ്ങിയ പോലെ തോന്നിയിരുന്നു. അത് ഈ തുരീയം എന്നുള്ള അവസ്ഥയാണ്. ചിന്തകളില്ലാതെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഈ ഡെൽറ്റ വേവ്സ് എന്ന് പറയുന്ന അവസ്ഥയാണ് പറയുന്നത്. ഉറങ്ങല്ല, പക്ഷേ ആന്തരികമായിട്ട് ഉറങ്ങിയ പോലെ ബാഹ്യമായിട്ട് ഉണർന്നിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇത് ആദ്യത്തെ സിറ്റിങ്ങിൽ ഇത് പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് സംപ്രേഷണത്തിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ. ആദ്യമായിട്ട് ധ്യാനിക്കുന്ന ആളിൽ പോലും 10-15 നിമിഷം കൊണ്ട് തലച്ചോറിൽ പരിപൂർണമായിട്ട് സുഷുപ്തിയിലായ പോലത്തെ അവസ്ഥ. ഇതാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ശാസ്ത്രീയ പഠനം. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രാണാഹുതിയുടെ ശാസ്ത്രീയ അടിത്തറ. നിങ്ങൾക്കറിയാം, ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ധ്യാനത്തിന് എന്താണ് നിർവചിക്കുക? ധ്യാനം എന്നുള്ളത് ധി പ്ലസ് യാൻ എന്നാണ് പറയുക മാസ്റ്റർ. ധി എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ഉന്നതമായ അവസ്ഥ അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം എന്നാണ് അർത്ഥം. യാൻ എന്ന് പറഞ്ഞാൽ ആ ഉന്നതമായ ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വാഹനം എന്നാണ്. ഇതാണ് ധ്യാനത്തിൻ്റെ ശരിയായ നിർവചനം. അപ്പോൾ ബോധത്തിനെ ഉന്നതമായ അവസ്ഥയിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ധ്യാനം എന്നാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ നിർവചനം. ഇനി ഇപ്പോൾ വാഹനം നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്നു. വാഹനത്തിന് ഇന്ധനം ആവശ്യമാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ ഇന്ധനമാണ് സംപ്രേഷണം. അപ്പോൾ ഈ ഇന്ധനമില്ലെങ്കിലോ ഈ വാഹനത്തിനെ വഹിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. അതായത് സംപ്രേഷണത്തിൻ്റെ അഭാവത്തിൽ ആത്മീയ പുരോഗതി ഒരു രീതിയിൽ പറഞ്ഞാൽ അസാധ്യമാണെന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഈ വാഹനത്തേക്കാൾ സൂക്ഷ്മമായിരിക്കണം. അപ്പോൾ ബോധത്തെ നമ്മൾ ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന് ബോധത്തേക്കാൾ സൂക്ഷ്മമായിരിക്കണം. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ് പ്രാണാഹുതി എന്ന് പറഞ്ഞാൽ, അത് സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആദിശക്തിയാണ്.
സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന പരിപൂർണമായ സന്തുലിതാവസ്ഥയുടെ തരംഗങ്ങൾ, അത് കഴിവുള്ളൊരു യോഗി അതിനെ സ്വാംശീകരിച്ച് അതിൻ്റെ സത്തയെ നമ്മളിലേക്ക് സംപ്രേഷണം ചെയ്തു. അപ്പോൾ അത്രയും സൂക്ഷ്മമായ ആന്തരിക നിലയിലുള്ള ഒരു യോഗിക്ക് അത് സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ ഈ സംപ്രേഷണത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉറവിടമാണ് ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്നേഹവും നന്ദിബോധവുമൊക്കെ ഈ ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത അവസ്ഥയ്ക്ക് നന്ദിബോധമായിട്ട് മാറുന്നു. ഇതാണ് സംപ്രേഷണത്തിൻ്റെ ശാസ്ത്രീയത. മറ്റൊരു പരീക്ഷണം ദാജി നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതും ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പരീക്ഷണമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ നമ്മൾ നന്ദിബോധം പ്രകടിപ്പിക്കുന്ന സമയത്ത്, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിബോധം പ്രകാശിപ്പിക്കുന്ന സമയത്ത് നമ്മളെ ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുണ്ടാവുന്ന ഫലങ്ങൾ, അതിനെക്കുറിച്ച് ശാസ്ത്രീയ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത് വളരെ പ്രസക്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ധ്യാനം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്വഭാവത്തിനെ പരിഷ്കരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പറയും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മധ്യവയസ്സുള്ള ഗ്രൂപ്പിലാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 50-60 വയസ്സുള്ള പ്രായമുള്ള കുറച്ച് ആളുകളെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി, 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചു അവരെ. അപ്പോൾ അവർക്ക് രക്തസമ്മർദ്ദമുണ്ട്, പ്രമേഹമുണ്ട്, പല അസുഖങ്ങളുമുണ്ട്, അതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണത്, ഒരു മധ്യവയസ്കരായിട്ടുള്ള ഗ്രൂപ്പ്. അതിനെ 3 ഗ്രൂപ്പാക്കി തിരിച്ചു. ഇനിയാണ് പരീക്ഷണം. എല്ലാ ഗ്രൂപ്പിലും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നും അവരുടെ ജീവിത രീതി അതുപോലെ തുടരാൻ അനുവദിച്ചു. അതിന് പുറമെ ആദ്യത്തെ ഗ്രൂപ്പിൽ അവരോട് നിർദ്ദേശിച്ചു, നിങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പുറമെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ള ആളുകളെ മാനസികമായിട്ടൊന്ന് തിരിച്ചറിയാം. നമ്മുടെ ഭൂതകാലത്തിൽ പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആരെങ്കിലും നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ആ വ്യക്തിയോട് നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു കത്തെഴുതുക. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾ ചെയ്ത സഹായത്തിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞ് കത്തെഴുതി പിറ്റേ ദിവസം രാവിലെ അത് പോസ്റ്റ് ചെയ്യുക. ഇതാണ് പരീക്ഷ. അതൊരു ഗ്രൂപ്പിൽ. മറ്റൊരു ഗ്രൂപ്പിൽ ഇതേപോലെ ഉറങ്ങാൻ നേരത്ത് ഈ നന്ദി പ്രകാശിപ്പിക്കുന്ന കത്തെഴുതി വയ്ക്കുക. അത് പോസ്റ്റ് ചെയ്യണ്ട പിറ്റേ ദിവസം, അത് ഡയറിയിൽ എഴുതിയാൽ മതി. നമ്മൾ സാധാരണ ഹാർട്ട്ഫുൾനെസ്സിൽ ഡയറി എഴുതണ പോലെ എഴുതി വയ്ക്കുക. ഇതാണ് 2 ഗ്രൂപ്പിൽ. മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഒന്നും ചെയ്യേണ്ടതില്ല, അവർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത് ഇതിനോട് താരതമ്യം ചെയ്യാനാണ്. 3 മാസം ആണ് ഈ പരീക്ഷണത്തിൻ്റെ കാലാവധി. 3 മാസം കഴിഞ്ഞിട്ട് ആണ് ഇവരുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഹെൽത്ത്, ഇവരുടെ ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ ECG, EEG ഇങ്ങനെയുള്ള സാധാരണ നമ്മൾ ഹെൽത്ത് ടെസ്റ്റുകൾ നടത്തി നോക്കുകയാണ് 3 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടായ റിസൾട്ട് അവരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഈ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ അവരുടെ ഹെൽത്ത് മറ്റ് ഗ്രൂപ്പുകളിലേക്കാൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവരുടെ ബ്ലഡിൻ്റെ കെമിസ്ട്രി, അതുപോലെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, അതുപോലെ തലച്ചോറിൻ്റെ ചില പ്രത്യേകത. തലച്ചോറിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്ത് EEGയിൽ വളരെ ലൈറ്റായി കണ്ടുവരും. ഫ്രണ്ടൽ ലോബ്, ഈ ഫ്രണ്ടൽ ലോബ് ലൈറ്റായി കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവരുടെ മെമ്മറി, ഓർമ്മശക്തി മെച്ചപ്പെട്ടിരിക്കുന്നു. അവരുടെ കാര്യങ്ങൾ കണ്ട് അത് പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ അതൊക്കെ വർദ്ധിച്ചിരിക്കും. അപ്പോൾ അത് ഈ നന്ദിബോധത്തിൻ്റെ എഴുതി പോസ്റ്റ് ചെയ്ത ആളുകളിലും പോസ്റ്റ് ചെയ്യാത്ത ആളുകളിലും ഒരേപോലത്തെ എഫക്റ്റാണ് കണ്ടത്. അതായത് ആ നന്ദി പ്രകാശിപ്പിക്കുന്നതോടുകൂടി തന്നെ നമ്മളുടെ ആന്തരിക ഘടനയ്ക്ക് ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നർത്ഥം. ഈ
നന്ദിബോധം പ്രകാശിപ്പിക്കുന്ന എഴുത്ത് എഴുതുകയോ അത് പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത ഒരു ഗ്രൂപ്പും കൂടി ഉണ്ടല്ലോ. ആ ഗ്രൂപ്പിൽ യാതൊരു മാറ്റമില്ല. ആദ്യം ഉണ്ടായിരുന്ന അവരുടെ രക്തസാമ്പിൾ പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ EEG പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ ECG പരിശോധിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ എഫക്റ്റ് തന്നെ. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? നമ്മൾ നന്ദിബോധം പ്രകാശിപ്പിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യം മെച്ചപ്പെടും. ഇത് ധ്യാനമായിട്ട് എന്താ ബന്ധം എന്നായിരിക്കും അപ്പോൾ അടുത്ത ചോദ്യം. അതായത് ഇത് നമ്മുടെ സ്വഭാവവിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഏറ്റവും നല്ലൊരു മനോഭാവമാണ് നന്ദിബോധം എന്ന് പറയും. കാരണം എന്താ? നന്ദിബോധം സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാഗമാണ്. നന്ദിബോധമാണ് പിന്നീട് സ്നേഹമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണ് നന്ദിബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ നന്ദിബോധം ധ്യാനത്തിലൂടെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പരീക്ഷണത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. നമ്മൾ ധ്യാനം ചെയ്യുന്നു, പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ് ധ്യാനം. ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം എന്നുള്ള ചിന്ത നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നു. അത് കഴിഞ്ഞ് ആ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം എന്നുള്ള ചിന്ത, ദിവ്യപ്രകാശത്തിൻ്റെ അനുഭൂതി നമുക്ക് തരുന്നു. ആ അനുഭൂതിയിൽ നമ്മൾ സമാധിയിൽ പോകണം, സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ നമ്മളെ ചിന്ത അനുഭവമായിട്ട് മാറി. ഈശ്വരനുണ്ട് എന്നുള്ള ചിന്ത, ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന രൂപത്തിലേക്ക് മാറുന്നു. അതിന് നമ്മളെ സംപ്രേഷണം സഹായിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ഉള്ളിൽ നന്ദിബോധം വരിക. എങ്ങനെ ഇത് സാധ്യമായി? ധ്യാനത്തിലൂടെ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടുകൂടി ഈശ്വരൻ ഉണ്ട് എന്നുള്ള തത്വം, ഈശ്വരൻ എന്നുള്ള അനുഭവമായിട്ട് എനിക്ക് മാറുന്നു. ഈ നന്ദിബോധമാണ് നമ്മൾ ഈ സംപ്രേഷണത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അന്വേഷിക്കുന്നത്. നമ്മൾ അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള ദിവ്യ ഗുരുവിനെ മനസ്സിലാക്കുക, മാസ്റ്ററെ മനസ്സിലാക്കുക. അപ്പോൾ ഈ നന്ദിബോധം അദ്ദേഹത്തിനോട് പ്രകാശിപ്പിക്കും നമ്മുടെ ഉള്ളിൽ. ആ നന്ദിബോധമാണ് പിന്നീട് ഗുരുവിനോടുള്ള സ്നേഹമായി മാറുന്നു. ആ സ്നേഹമാണ് നമ്മുടെ ആത്മീയതയിൽ ഉന്നതാവസ്ഥ ആകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ നന്ദിബോധം വളരെ പ്രധാനമാണ്. കാരണം ബാപ്പുജി മഹാരാജ് പറയും, ഹാർട്ട്ഫുൾനെസ്സിൽ പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളൊന്നും തന്നെ ഇല്ല. ഒരേ ഒരു പാപം എന്ന് പറയുന്നത് നന്ദികേടാണ്. നമ്മൾ വിചാരിക്കും വളരെ എളുപ്പത്തിൽ ഞാൻ ധ്യാനം ചെയ്യുന്നു, അതെൻ്റെ കഴിവായിരിക്കും എന്ന് നമ്മൾ ചിലപ്പോൾ ധരിക്കും. പക്ഷേ അതിന് കാരണം സംപ്രേഷണം. അപ്പോൾ ആ സംപ്രേഷണം സ്വീകരിക്കാവുന്ന രീതിയിൽ നമ്മളെ പാകപ്പെടുത്തുകയാണ് ആദ്യത്തെ 3 സിറ്റിങ്ങുകൾ ഈ പ്രിസെപ്റ്റർമാർ നമുക്ക് ചെയ്തു തരുന്നതെന്നർത്ഥം. അപ്പോൾ ജീവിതത്തിലും ഈ നന്ദിബോധം എന്ന ആശയം വളരെ അനിവാര്യമാണ്. കാരണം എന്താ? നമ്മൾ നേരത്തെ പരീക്ഷണത്തിൽ തെളിയിച്ചു, നന്ദിബോധം നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവമാണ്. അത് നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ബെനിഫിറ്റ് ഒരുമിച്ച് നമുക്ക് കിട്ടുന്ന നന്ദിബോധം. ആ നന്ദിബോധം നമ്മുടെ ഉള്ളിൽ വളർത്താൻ ധ്യാനം നമ്മളെ സഹായിക്കുന്നു. ആ ധ്യാനം സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ധ്യാനം ആകുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ അതിൻ്റെ ഗുണവിശേഷങ്ങൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറയാറില്ലേ, മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നത്. ആത്മീയതയും അവസാനിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. യാഥാർത്ഥ്യം അവസാനിക്കുമ്പോഴാണ് നമുക്ക് അനുഭൂതി ഉണ്ടാവുക, ഒരു സച്ചിദാനന്ദം. സാധാരണ ആധ്യാത്മിക സമ്പ്രദായങ്ങളൊക്കെ സച്ചിദാനന്ദത്തിൽ അവസാനിക്കും. ഹാർട്ട്ഫുൾനെസ്സിൽ അതുമില്ല. സച്ചിദാനന്ദം കഴിഞ്ഞും സച്ചിദാനന്ദം അല്ലെങ്കിൽ അനുഭൂതി അവസാനിക്കുമ്പോഴാണ് നമ്മളിൽ പരമമായ ശൂന്യത നമുക്ക് അനുഭവപ്പെടുന്നത്. ആ കേന്ദ്രബിന്ദുവിൻ്റെ ശൂന്യത നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ശൂന്യത എന്ന് പറയുന്നത് എൻ്റെ പോക്കറ്റിലൊന്നുമില്ല എന്ന് പറയുന്ന പോലത്തെ ശൂന്യത അല്ല അത്. പിന്നെയോ എല്ലാത്തിൻ്റെയും സാധ്യതകൾ അടങ്ങിയ ശൂന്യതയാണ്. അതായത് നമ്മൾ ഉറവിടത്തിലാണ് നടത്തുന്നത്. ആ ഉറവിടത്തിൽ നിന്ന്
എല്ലാ സാധ്യതകളും ചില സമയത്ത് പ്രകടമാവും, ചില സമയത്ത് പ്രകടമാകാതിരിക്കും. അപ്പോൾ ആ ഉറവിടത്തിലേക്കാണ് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത്. രാജി അതിന് ഉദാഹരണം പറയും. ഈ ശൂന്യതയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോവുക. നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 2-3 മാസം എടുക്കും. ഇന്ന് ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എത്തും. ഇനി പ്രകാശത്തിനേക്കാൾ വേഗതയിലാണ് നമ്മൾ പോകണമെങ്കിലോ, അല്ലെങ്കിൽ പ്രകാശ വേഗതയിലാണ് നമ്മൾ പോകണമെങ്കിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി എയർ ഹോസ്റ്റസ് നമ്മൾ പുറപ്പെടുക എന്ന് പറയുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും. ഇന്ന് ശാസ്ത്രം ചില പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ടാക്യോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾസ് പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസാണ്. അപ്പോൾ ദാജി തമാശ രൂപത്തിൽ പറയും, ടാക്യോൺ പാർട്ടിക്കിൾസിൻ്റെ സ്പീഡ് പ്രകാശത്തിനേക്കാൾ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കാൻ എന്താ വഴി വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിലിരിക്കുക, നിങ്ങളുടെ ഭാര്യ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാര്യയ്ക്ക് ഈ ടാക്യോൺ പാർട്ടിക്കിളിൻ്റെ സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ റൂമിലും ഭാര്യയുടെ സാന്നിധ്യം ഉണ്ടാവും, ഇല്ലേ? അതുപോലെയാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന ആ കേന്ദ്രത്തിൻ്റെ ശൂന്യത എന്ന് പറയുന്നത്. അത് കാരണം ആ ശൂന്യതയിൽ എല്ലാത്തിൻ്റെയും ബീജങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് ആവശ്യമുള്ള സമയത്ത് അത് പ്രകടമാവും, ആവശ്യമില്ലാത്തപ്പോൾ പ്രകടമല്ലാതിരിക്കും. അതാണ് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്ന ആ ശൂന്യത ഇന്ന് ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള പഠനത്തിലൊന്നും. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് തികച്ചും ശാസ്ത്രീയമാണ് എന്നർത്ഥം. അതുകൊണ്ട് ദാജി പറയാം, നമ്മളെ ഹൃദയമാണ് ഇവിടെ ഒരു പരീക്ഷണശാല. നമ്മൾ തന്നെയാണ് പരീക്ഷണം ചെയ്യുന്നത്. അതിൻ്റെ ഫലവും നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ നിഗമനത്തിലെത്തേണ്ടതുണ്ട്. ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ നമ്മൾ പറയില്ല, എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്ന് പറയാം. പരീക്ഷണം, പിന്നെ നിരീക്ഷണം, അതിനുശേഷം നിഗമനത്തിലെത്തുന്നു നമ്മൾ. അതുപോലെയാണ് ഈ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈ പരീക്ഷണം നടത്തി അതിൻ്റെ ഫലം നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന അവസ്ഥയാണത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ എന്താ പറയുക, ഹാർട്ട്ഫുൾനെസ് പരിശീലനം തുടങ്ങാൻ വിശ്വാസം പോലും ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈശ്വരനുണ്ട്, ഈശ്വരനില്ല എന്നുള്ള തർക്കം പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽക്കുള്ളതാണ്. ഹാർട്ട്ഫുൾനെസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനം എടുക്കൂ. ധ്യാനത്തിലിരിക്കുമ്പോൾ ഈശ്വരനോട് പറയും, ഈശ്വര അങ്ങ് ഉണ്ടോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല, അങ്ങ് ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം, പക്ഷെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ഹൃദയം മാത്രമേ ഉള്ളൂ, ഫീൽ ചെയ്യാനായിട്ട്, അനുഭവത്തിന്. അപ്പം അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനത്തിലിരിക്കുന്നത്. എനിക്ക് ആ അനുഭവം ഉണ്ടായാൽ അങ്ങുണ്ടെന്ന് ഞാൻ ഉറപ്പിക്കും, അനുഭവം ഉണ്ടായില്ലെങ്കിൽ അങ്ങില്ല എന്ന് ഞാൻ ഉറപ്പിക്കും. ഇതാണ് ശാസ്ത്രീയ സമീപനം. അപ്പോഴാണ് സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ സാന്നിധ്യം അനുഭവപ്പെടുക. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം ഈ പരീക്ഷണം ആവശ്യമുള്ള ശരിക്കും നമുക്ക് ഉറപ്പിക്കാൻ, പിന്നെ നമുക്ക് ശക്തമായിട്ട് ഈ വഴി കൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി എന്ന് പറയുന്നത്, അതിന് അനിവാര്യമായിട്ടുള്ള ഗുണവിശേഷം എന്ന് പറയുന്നത്, ശാസ്ത്രീയമായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് വേണ്ടത്. നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് കാര്യങ്ങളെ വിധേയമാക്കാവുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള മനസ്സ്, അതോടൊപ്പം ആത്മാർത്ഥമായിട്ടുള്ള ഈ പരീക്ഷണം. ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ്, അവർക്ക് സിൻസിയറായിരിക്കും, ഒരു ആത്മാർത്ഥമുണ്ട്. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ശാസ്ത്രീയതയാണ്, ആത്മാർത്ഥത നമുക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ സന്നദ്ധതയും. അപ്പോൾ ശാസ്ത്രീയതയും ആത്മാർത്ഥതയും സന്നദ്ധതയും കൂടി ചേരുന്ന സമയത്താണ്
നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്നത്. ഇത് ആത്മീയ ലക്ഷ്യം മാത്രമല്ല, ഭൗതിക ജീവിതത്തിലും നമ്മളെ സമീപനം ശാസ്ത്രീയമായിരിക്കണം. നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവേണ്ടതുണ്ട്, നമ്മൾ സന്നദ്ധരായിരിക്കും. അപ്പോൾ ആത്മീയതയും ശാസ്ത്രീയതയും സന്നദ്ധതയും എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, ആധ്യാത്മിക ജീവിതത്തിലും ഒരുപോലെ ലക്ഷ്യപ്രാപ്തിക്ക് നമ്മളെ സഹായിക്കുന്ന വസ്തുതയാണ്. താങ്ക് യു. നമസ്കാരം.